لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون. السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, കുവൈത്ത് ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്റർ എല്ലാ വിശുദ്ധ റമളാനിലും സംഘടിപ്പിച്ചു വരുന്ന ഓൺലൈൻ വിജ്ഞാന സദസ്സായ റയ്യാൻ എന്ന പരിപാടിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ വർഷത്തെ വിശുദ്ധ റമളാനിൽ പ്രവേശിക്കുവാനും നോമ്പും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ പ്രവർത്തനങ്ങളും ആരാധനകളും നമുക്ക് പൂർത്തീകരിക്കുവാനും സാധിച്ചിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിത വ്യവഹാരങ്ങളിൽ പല രൂപത്തിൽ കടന്നു വരാറുള്ള ഒരു പദപ്രയോഗമാണ് ക്വാളിറ്റി എന്നുള്ളത്. ഗുണമേന്മയോ അല്ലെങ്കിൽ പരിപോഷണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൻ്റെ വിഷയത്തിലായാലും വസ്ത്രത്തിൻ്റെയും വീടിൻ്റെയും വാഹനത്തിൻ്റെയും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ്റെയും ഒരു സ്ഥാപനത്തിലേക്ക് ഒരു തൊഴിലാളി എടുക്കുന്ന വിഷയത്തിലായാലും ശരി, ക്വാണ്ടിറ്റിയേക്കാൾ, ആധിക്യത്തെക്കാൾ നമ്മൾ പരിഗണന കൊടുക്കാറുള്ളത് ക്വാളിറ്റിക്കാണ്. നമുക്കറിയാം, നാളെ പരലോകത്ത് വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി വിചാരണക്കെടുക്കുന്ന സബ്ജക്റ്റ് ഏതാണെന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതുപോലെ അവ്വലു മാ യുഹാസിബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ അസ്സലാത്ത്. തീർച്ചയായും നാളെ പരലോകത്ത് വെച്ച് ഒരു അടിമയുടെ ഒന്നാമത്തെ ഹിസാബിന് വിധേയമാക്കപ്പെടുന്നത് അവൻ്റെ നമസ്കാരമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കൃത്യതയോടുകൂടി, ഒരുപക്ഷെ പല സന്ദർഭങ്ങളിൽ ജമാഅത്ത് നഷ്ടപ്പെട്ടാലും ശരി, നമസ്കാരം നിർവഹിക്കുന്ന വിഷയത്തിൽ നമ്മളെല്ലാവരും തന്നെ ജാഗ്രത പാലിക്കുന്നുണ്ട്. കാരണം ഖുർആൻ തന്നെ സൂചിപ്പിച്ചതുപോലെ ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. തീർച്ചയായും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സമയം നിർണയിക്കപ്പെട്ടിട്ടുള്ള ഒരു ആരാധനയാണ് നമസ്കാരം എന്ന് ഖുർആൻ തന്നെ വളരെ വ്യക്തമായ രൂപത്തിൽ നമ്മളെ അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് നാളെ പരലോകത്ത് ആദ്യമായിട്ട് വിചാരണക്കെടുക്കുന്ന ഈ ഒരു നമസ്കാരം നമുക്ക് ഓരോരുത്തർക്കും തണലായിട്ട്, നമ്മളുടെ ഹിസാബിന് കനം തൂങ്ങുന്ന അമലായിട്ട് മാറണമെങ്കിൽ അതിൻ്റെ വെറും ഒരു പ്രവർത്തന രൂപത്തിലേക്ക് മാത്രം ആയി പോവാതെ ഖുശൂവോടുകൂടി, നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ആ ഒരു ഗുണമേന്മയോടുകൂടി നിർവഹിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലപ്പോഴും നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല ആളുകളും ഇത് നമസ്കാരം നിർവഹിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ എത്രത്തോളമാണ് അതിനൊരു ഖുശൂ, ഒരു ക്വാളിറ്റിയിലേക്ക് നമ്മൾക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത, പ്രത്യേകിച്ച് ആരാധന അനുഷ്ഠാന കർമ്മങ്ങളെല്ലാം തന്നെ കുറച്ചുകൂടി ഉണർവോടെയും ഊർജ്ജസ്വലതയോടും കൂടി നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലയളവിൽ നമ്മൾ ആലോചിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതിലെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങളുടെ നമസ്കാരത്തിൽ നിങ്ങൾക്ക് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഖുശൂ കൊണ്ടുവരുവാൻ സാധിക്കുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള ഒരു 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 രഹസ്യം എന്നത്
പ്രവാചകൻ പറഞ്ഞത്, ഇത് സ്വലാത്തുൽ മുബദ്യ എന്ന രൂപം നിങ്ങൾ പരിഗണിക്കുക എന്നതാണ്. ഞാൻ നിർവഹിക്കുന്ന ഈ ളുഹർ നമസ്കാരം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ നമസ്കാരമാണ് എന്ന ആ ഒരു ചിന്തയോടെയും ആ ഒരു ബോധ്യത്തോടു കൂടിയും നമ്മൾ അതിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആ ഒരു നമസ്കാരത്തിന് അൽ ഹുദൂർ ബിൽ ഖൽബ്, അല്ലേ, നമ്മൾ പറയാറുള്ളത് പോലെ ഹൃദയത്തെ സ്പർശിച്ചുകൊണ്ടുള്ള നമസ്കാരമായിട്ട് മാറുന്നു എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരവും ഇവിടുത്തെ സ്വഹാബത്തിൻ്റെയൊക്കെ നമസ്കാരങ്ങളൊക്കെ പല ഊരി നമ്മൾ കേട്ടതാണ്, ഏത് രൂപത്തിലായിരുന്നു എന്നൊക്കെ. ആ ഒരു കൃത്യതയും ആ ഒരു ഹുദൂറും ആ ഒരു ഖുശൂഉമൊക്കെ നമുക്ക് ലഭിക്കുവാനുള്ള ഒരു മാനദണ്ഡം ഒന്നാമതായിട്ട് പ്രവാചകൻ പറയുന്നത്, ഇത് നിൻ്റെ അവസാനത്തെ നമസ്കാരമാണ് എന്ന ബോധ്യത്തോടെ കൂടി നീ അത് നിർവഹിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ആ ഒരു നമസ്കാരം ഖുശൂഇലേക്ക് എത്തിപ്പെടുന്നതാണ് എന്ന് പറയുന്നു. രണ്ടാമതായിട്ട് സൂചിപ്പിക്കുന്നത് അൽ ഇസ്തിഹ്ലാറുൽ വുഖൂഫ് ബൈന യദയില്ലാഹ്, ഞാൻ എൻ്റെ നമസ്കാരത്തിൽ നിൽക്കുന്നത് അള്ളാഹുവിൻ്റെ മുമ്പിലാണ് എന്ന ബോധ്യമുണ്ടാവുക എന്നതാണ്. ഭൗതികമായിട്ട് എന്നെ നിയന്ത്രിക്കുകയോ എന്നെ നിരീക്ഷിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മറ്റേതെങ്കിലും ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ സ്വായത്തമാക്കാൻ പറ്റുന്ന ആളിൻ്റെ മുന്നിലല്ല ഞാൻ നിൽക്കുന്നത്. ഞാൻ നിൽക്കുന്നത് എന്നെ സൃഷ്ടിച്ചിട്ടുള്ള പ്രപഞ്ചനാഥനായ റബ്ബിൻ്റെ മുമ്പിലാണ് എന്ന ബോധ്യത്തോടു കൂടി നിങ്ങൾ നിർവഹിക്കുക എന്നതാണ്. ഈ രൂപത്തിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ആ ഒരു സ്വലാത്തുൽ മുവദ്ദിഅ, അതുപോലെ തന്നെ രണ്ടാമതായിട്ട് സൂചിപ്പിച്ചിട്ടുള്ള ഇസ്തിഹ്ലാറുൽ വുഖൂഫ് ബൈന യദയില്ലാഹ്, ഈ രൂപത്തിലേക്ക് നമ്മൾ മാറുമ്പോൾ തീർച്ചയായും ആ നമസ്കാരം ഒരു പരിധിവരെ ഖുശൂഅോടുകൂടി ക്വാളിറ്റിയോടുകൂടി നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കുന്നതാണ്. ആ രൂപത്തിൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു പല ഭൗതികമായിട്ടുള്ള വിഭവങ്ങൾക്കും ക്വാളിറ്റി എന്നുള്ള ആ ഒരു പ്രത്യേകത നമ്മൾ പരിഗണിക്കുമ്പോൾ അതിനേക്കാളും എല്ലാം ഉപരിയായിട്ട് എൻ്റെ ഒരു ദിവസം ഞാൻ നിർവഹിക്കുന്ന 5 വക്ത് നമസ്കാരം നാളെ എനിക്ക് തണലായിട്ട് മാറണമെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഖുശൂഅോടുകൂടി മാത്രം നമസ്കരിച്ചാൽ നിർവഹിച്ചാൽ മാത്രമാണ് എന്ന ബോധ്യത്തോടു കൂടി നിർവഹിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.